സംഖ്യ 27 അധ്യായം. ജോസഫിൻ്റെ മകൻ മനാസയുടെ കുടുംബങ്ങളിൽപ്പെട്ട മനാസയുടെ മകൻ മാഗീറിൻ്റെ പുത്രൻ ഗിലയാദിൻ്റെ മകനായ ഖേഫറിൻ്റെ പുത്രൻ സെലോഫഹാദിൻ്റെ പുത്രിമാർ അടുത്തുവന്നു. അവൻ്റെ പുത്രിമാരുടെ പേരുകൾ ഇവയാണ്: മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. അവർ സമാഗമ കൂടാരവാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലയാസറിൻ്റെയും നേതാക്കന്മാരുടെയും സമൂഹം മുഴുവൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. കർത്താവിനെതിരായി ഒരുമിച്ച കൂട്ടത്തിനിടയിൽ, അതായത് കോറഹിൻ്റെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും സ്വന്തം പാപം നിമിത്തം അവൻ മരിച്ചു. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം അവൻ്റെ കുടുംബത്തിനിടയിൽ നിന്ന് നിർമൂലമായി പോകുന്നതെന്തിന്? ഞങ്ങളുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് അവകാശം നൽകുക. മോശ അവരുടെ ന്യായവാദം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: സെലോഫഹാദിൻ്റെ പുത്രിമാർ വാദിക്കുന്നത് ശരിയാണ്. അവരുടെ പിതൃസഹോദരന്മാരുടെ ഇടയിൽ നീ അവർക്ക് കൈവശവസ്തുവിനുള്ള അവകാശം തീർച്ചയായും നൽകണം. അങ്ങനെ നീ അവർക്ക് തങ്ങളുടെ പിതാവിൻ്റെ അവകാശം കൈമാറാനിടയാക്കണം. നീ ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രഖ്യാപിക്കണം: ഒരുവൻ പുത്രനില്ലാതിരിക്കെ മരിച്ചാൽ അവൻ്റെ അവകാശം നിങ്ങൾ അവൻ്റെ പുത്രിക്ക് കൈമാറാനിടയാക്കണം. അവന് പുത്രിയുമില്ലെങ്കിൽ അവൻ്റെ അവകാശം നിങ്ങൾ അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാരുമില്ലെങ്കിൽ അവൻ്റെ അവകാശം അവൻ്റെ പിതൃസഹോദരന്മാർക്ക് കൊടുക്കണം. അവൻ്റെ പിതാവിന് സഹോദരന്മാരില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ അവകാശം അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള അടുത്ത ബന്ധുവിന് കൊടുക്കണം. അവൻ അത് അവകാശപ്പെടുത്തണം. ഇത് ഇസ്രായേല്യർക്ക് ന്യായപ്രമാണ ചട്ടമായിരിക്കും. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: ഈ അബാറീം മലയിലേക്ക് കയറി ഞാൻ ഇസ്രായേല്യർക്ക് നൽകുന്ന ദേശം കണ്ടുകൊള്ളുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ ജനങ്ങളോട് ചേരും. നിന്റെ സഹോദരൻ അഹറോൻ ചേർന്ന പോലെ തന്നെ. കാരണം സിൻ മരുഭൂമിയിൽ ജലാശയത്തിങ്കൽ സമൂഹത്തിൻ്റെ കലഹനേരത്ത് അവരുടെ കൺമുമ്പാകെ എൻ്റെ വിശുദ്ധി പ്രകടമാക്കാനുള്ള എൻ്റെ നിർദ്ദേശം നിങ്ങൾ മറുതലിച്ചു. അതാണ് സിൻ മരുഭൂമിയിലെ കാദഷ് മെരീബ ജലം. മോശ കർത്താവിനോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: ഓരോ ശരീരിയുടെയും ചൈതന്യത്തിൻ്റെ ദൈവമായ കർത്താവ് സമൂഹത്തിൻ്റെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ. അവൻ അവർക്ക് മുമ്പേ പുറപ്പെടുകയും അവർക്ക് മുമ്പേ പോകുകയും അവരെ പുറത്തു കൊണ്ടുവരികയും അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ കർത്താവിൻ്റെ സമൂഹം തങ്ങൾക്ക് ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെപ്പോലെയാകാതിരിക്കട്ടെ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: നൂനിൻ്റെ മകനെ, തന്നിൽ ചൈതന്യം കുടികൊള്ളുന്നവനായ ജോഷുവയെ സ്വീകരിച്ച് അവൻ്റെ മേൽ നിന്റെ കൈവയ്ക്കുക. പുരോഹിതനായ എലയാസറിൻ്റെ മുമ്പിലും സമൂഹം മുഴുവൻ്റെ മുമ്പിലും അവനെ നിർത്തി അവരുടെ കൺമുമ്പാകെ നീ അവനെ നിയമിക്കണം. ഇസ്രായേല്യ സമൂഹം മുഴുവൻ അനുസരിക്കേണ്ടതിന് നിന്റെ തേജസ്സിൽ കുറച്ച് അവന് നൽകണം. അവൻ പുരോഹിതനായ എലയാസറിൻ്റെ മുമ്പിൽ നിൽക്കണം. അയാൾ കർത്താവിൻ്റെ മുമ്പിൽ അവനു വേണ്ടി ഉറീം വഴിയുള്ള തീരുമാനം തിരക്കണം. അയാളുടെ വാക്കനുസരിച്ചാണ് അവർ പുറപ്പെടേണ്ടത്. അവനും അവനോടൊപ്പം ഇസ്രായേല്യർ മുഴുവനും സമൂഹമൊന്നാകെ അയാളുടെ വാക്കനുസരിച്ച് പോകണം. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവൻ ജോഷുവയെ സ്വീകരിച്ച് പുരോഹിതനായ എലയാസറിൻ്റെ മുമ്പിലും സമൂഹം മുഴുവൻ്റെയും മുമ്പിലും നിർത്തി. അവൻ തൻ്റെ കരങ്ങൾ അവൻ്റെ മേൽ വച്ച് അവനെ നിയോഗിച്ചു. കർത്താവ് മോശ വഴി പ്രസ്താവിച്ചതുപോലെ തന്നെ.